മലയാള സിനിമയുടെ വിശ്വനടൻ ലാലേട്ടന് സമ്മാനിച്ച ജില്ലയാണ് പത്തനംതിട്ട. ആ വിരൽ തുമ്പിലും കൺപീലികളിലും വിരയുന്ന ഭാവങ്ങൾ നമ്മൾ എത്രയോ കണ്ടു. എന്നാൽ ഇപ്പോൾ പത്തനംതിട്ട മലയാളത്തിന് മറ്റൊരു മഹാനടിയെ സംഭാവന ചെയ്തിരിക്കുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിക്കുന്നത്. പത്തനംതിട്ട മൗണ്ട് ബഥനി സ്കൂളിലെ മോണോ ആക്ട് വേദിയിൽ തുടങ്ങിയ ഈ അഭിനയ സപരസ്യ ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി നിൽക്കുമ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത് ലോക സിനിമയെ പോലും വെല്ലുന്നൊരു അഭിനയ പ്രകടനങ്ങളാണ് എന്നും രാഹുൽ പരിഹസിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന പ്രധാന പരിഹാസം മന്ത്രിയുടെ ഈ ആന്റിസിപ്പേറ്ററി ആക്ടിങ്ങിനെ കുറിച്ചാണ്. ഇതിനു മുൻപ് ആടി ഉലഞ്ഞ കപ്പലിലെ അഭിനയം കണ്ടു തന്നെ മലയാളികൾ മൂക്കിൽ വിരൽ വെച്ചു പോയതാണ്. എന്നാൽ ഇപ്പോഴിതാ KSUക്കാർ അകലെ നിന്ന് കരിങ്കൊടി കാണിച്ചപ്പോഴേക്കും മന്ത്രി വീണ ജോർജിന്റെ പിടലി അങ്ങ് ഉളുക്കിപ്പോയിരിക്കുന്നു. സാക്ഷാൽ ഉർവശിക്ക് പോലും പിടലി കൊണ്ട് ഇങ്ങനെ ഒരു ആക്ടിങ് സാധിക്കുമോ എന്നും രാഹുൽ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇതിലും വലിയ വിസ്മയം മറ്റൊന്നാണ്. കരിങ്കൊടി കാണിക്കുമെന്ന് 4 ദിവസങ്ങൾക്ക് മുൻപേ ആന്റിസിപ്പേറ്റ് ചെയ്ത് കൈക്ക് ഒരു വട്ടച്ചോരയുടെ വലിപ്പത്തിൽ മുറിവ് വരുത്തി വെച്ച മന്ത്രിയുടെ ആ സ്കിൽ അത് ആരോഗ്യ കേരളത്തിന് മാത്രമല്ല ലോകാരോഗ്യ മേഖലയ്ക്കും സിനിമയ്ക്കും ഒരുപോലെ വിസ്മയമാണ് എന്നും രാഹുൽ തന്റെ ഫേസ് കുറിപ്പിൽ കാര്യമായി തന്നെ പറയുന്നുണ്ട്. ഒരു വട്ടച്ചൊറിയുടെ വലിപ്പത്തിലുള്ള ആ മുറിയുമായി വരുമ്പോഴേക്കും ജില്ലാ ആശുപത്രിയിലെ ICUയിൽ തന്നെ സജ്ജമാക്കുന്ന കേരള ആരോഗ്യ വകുപ്പിനെ കാണുമ്പോൾ ഏത് മലയാളിക്കാണ് അഭിമാനം തോന്നാത്തത് എന്ന പ്രസക്തമായ ചോദ്യം. അമേരിക്കയിൽ നിന്ന് വരെ ഇനി രോഗികൾ ഇങ്ങോട്ട് വിളിക്കുമെന്നും മാങ്കൂട്ടത്തിൽ പരിഹസിക്കുകയാണ്. ലാലേട്ടന്റെ വിരലുകളും കൺപീലുകളും അഭിനയിക്കുമ്പോൾ വീണേച്ചിയുടെ പിടലിയും കയ്യിലെ ആ മുറിവും വരെ അഭിനയിക്കുകയാണ്. ഈ അഭിനയത്തിന് അകമ്പടി സേവിക്കാൻ 50ഓളം പോലീസുകാരുടെ കാവലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഒരു മന്ത്രിക്കല്ല, മറിച്ചൊരു മഹാനടിക്ക് ബൗൺസർമാർ കാവൽ നിൽക്കുന്നത് പോലെയായിരുന്നു ആ കാഴ്ച. കരിങ്കൊടി കണ്ടപ്പോൾ പിടലി ഉളുക്കിയെങ്കിൽ അത് മന്ത്രിയുടെ ഉള്ളിലെ പേടിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. ഒരു കറുത്ത തുണി കാണുമ്പോൾ പിടലി ഉളുക്കുന്ന ഇത്രയും ദുർബലയായ ഒരു വ്യക്തി എങ്ങനെയാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ഭരിക്കുന്നത് എന്ന ചോദ്യം KPCC അധ്യക്ഷൻ K സുധാകരൻ ഉയർത്തിക്കഴിഞ്ഞു. എന്നാൽ ഇതിനെല്ലാം കടത്തിവെട്ടുന്ന വിസ്മയമാണ് പിണറായി വിജയന്റെ പോലീസ്. അകലെ നിന്ന് കരിങ്കൊടി കാണിച്ച് മന്ത്രിയുടെ പിടലി ഉളുപ്പിച്ച KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത കേരള പോലീസിന്റെ ആ ക്രിയേറ്റിവിറ്റിയും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പരിഹസിക്കുന്നത്. കരിങ്കൊടി കാണിച്ചാൽ കഴുത്തുളുക്കുന്ന ഈ അപൂർവം പ്രതിഭാസം വൈദ്യശാസ്ത്രം ഇനി പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. മുസ്ലിം ലീഗും വെറുതെ ഒന്നും ഈ വിഷയത്തെ വിട്ടില്ല. ഇത് വെറും ഒരു പിടലി ഉളുക്കലല്ല, മറിച്ച് ജനശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ നാടകമാണ് എന്നുകൂടെ അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് EP ജയരാജനെ പോലെയുള്ളവർ ആക്രോശിക്കുമ്പോൾ ഇത്രയും ദൂരത്ത് നിന്ന് ഒരാളെ നോക്കിയാൽ പിടലി ഉളുക്കുമോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം. BJP നേതാവ് K സുരേന്ദ്രൻ ഇതിനെ വിശേഷിപ്പിച്ചത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന മൂന്നാംകിട നാടകം എന്നാണ്. പണ്ട് മോണോ ആക്ട് വേദിയിൽ തുടങ്ങിയ അഭിനയം ഇപ്പോൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ സാധാരണക്കാരൻ ആശുപത്രികളിൽ ചികിത്സ കിട്ടാതെ വലയുകയാണ് എന്ന് ഈ പറയുന്ന ആരോഗ്യമന്ത്രി ഓർക്കേണ്ടതുമാണ്. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയും പോലെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആരോഗ്യ വകുപ്പിനെയും പോലീസിനെയും ഇത്രയും മനോഹരമായി ദുരുപയോഗം ചെയ്യുന്ന മറ്റൊരു രാഷ്ട്രീയ നടി മലയാളക്കരയിൽ വേറെ ഇല്ല എന്നാണ്. കരിങ്കൊടി പ്രതിഷേധമുണ്ടാകുമ്പോൾ ICUവിൽ അഭയം തേടുന്നത് ഒരു പുതിയ രാഷ്ട്രീയ തന്ത്രമായി മാറിയിരിക്കുകയാണ്. അഭിനയം ലാലേട്ടനിലും അപ്പുറം വളർന്നിരിക്കുന്നു. അത് പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്ന് ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് പടർന്നിരിക്കുന്നു. വരാനിരിക്കുന്ന ഓസ്കാർ വേദിയിൽ ഒരു സീറ്റ് നമ്മുടെ പത്തനംതിട്ടക്കാർക്ക് വേണ്ടി ഒഴിച്ചിടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇനി ആർക്കും തർക്കമില്ല. അഭിനയ പാഠവും അധികാരവും ഒന്നിച്ചു ചേരുമ്പോൾ കേരളം കാണാനിരിക്കുന്നത് ഇതുപോലുള്ള ഇനിയും ഒരുപാട് വിസ്മയങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വീണ ജോർജിനെ അടിച്ചിരുത്തുന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളിൽ പരിഹാസ്യം കൂടെ കലർത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ.